നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നോമ്പിന്റെ രൂപം നമ്മുടെ ജീവിതത്തിൽ ആവൃത്തിപ്പെടുത്തിയെടുക്കണം. നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പഠിക്കുമ്പോൾ കർത്താവിന്റെ കാലഘട്ടം മുതൽ തിരുസഭയിൽ നോമ്പ് അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കർത്താവിന്റെ കാലശേഷം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പിതാക്കന്മാര് അല്ലെങ്കിൽ സ്ലീഹന്മാര് 40 നോമ്പ് കാലഘട്ടം മുതൽ അനുഷ്ഠിച്ചിരുന്നതായി വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ശുദ്ധമുള്ള അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. ശുദ്ധമുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 30-ാം തിരുവചനമാണെന്ന് തോന്നുന്നു. വായിച്ച് 10-ാം വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ 4 ദിവസമായി ഞാൻ ഉപവസിക്കുകയായിരുന്നു. എന്റെ ഭവനത്തിൽ 9-ാം മണി നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടാലും വെള്ളവസ്ത്രധാരിയായ ഒരാൾ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നോട്, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥന എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ 4 ദിവസമായി ഞാൻ ഉപവസിക്കുകയായിരുന്നു എന്റെ ഭവനത്തിൽ. അങ്ങനെ 9-ാം മണി നേരത്തെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ അവിടേക്ക് ഇറങ്ങി വന്ന് കൊർന്നല്യോസിനോട് സംസാരിക്കും. അപ്പോൾ ഉപവാസവും അതിലൂടെയുള്ളതായ ദൈവ ചൈതന്യവും പുതിയ നിയമസഭ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ ഒരുപാട് തെളിവുകൾ വേറെ ഉണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ അവർ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി നോമ്പ് അനുഭവിച്ചത് ഒരുപാട് സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിന്റെ നല്ല കാലഘട്ടങ്ങൾ, നോമ്പിന്റെ യഥാർത്ഥമായ രൂപം നമുക്ക് നമ്മുടെ ആത്മാവിൽ പൂർണ്ണമായി കണ്ടെത്തുവാൻ വേണം. ഇവിടെ മോശയെ നാം പഠിച്ചു. മോശ ദൈവരൂപം അല്ലെങ്കിൽ നോമ്പിന്റെ യഥാർത്ഥമായ രൂപം ദൈവ ചൈതന്യത്തിലൂടെ അവൻ ലോകത്തിന് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഏലിയാവ് 40 ദിവസം നോമ്പ് നോറ്റു. അവന്റെ നോമ്പനുഷ്ഠാനങ്ങളിലൂടെ അവൻ പ്രാപിച്ചത് നമുക്കറിയാം. അവൻ അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. കാരണം അവന് യഥാർത്ഥമായ രൂപം വിശ്വാസത്തിലൂടെ പ്രാപിക്കുകയായി. എലിയാവിന്റെ 40 നോയമ്പിലൂടെ അവൻ വിശ്വാസത്തിൽ ജ്വലിച്ച് അതിന്റെ രൂപം വിശ്വാസത്തിലൂടെ കണ്ട് അവൻ ദൈവ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നാം മനസ്സിലാക്കും. ദാനിയേൽ നോമ്പ് നോറ്റു. ദാനിയേൽ എങ്ങനെ നോമ്പ് നോറ്റത്? ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-9 വാക്യം വായിച്ച്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-9 വാക്യങ്ങള്. 1-ന്റെ 8-9. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധനാവുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. രാജാവിന്റെ മേശ നമുക്കറിയാം. സ്വാദിഷ്ടമായ മേശയാണ് രാജാവിന്റെ മേശ. രാജാവിന്റെ മേശയിൽ വീഞ്ഞുണ്ട്. വീഞ്ഞുകൊണ്ട് മലിനമാകില്ലെന്ന് പറയുമ്പോൾ വീഞ്ഞുള്ള മേശയിൽ നോമ്പിന് വിരുദ്ധമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. അപ്പോൾ അവനെന്താ തീരുമാനിക്കുന്നത്? രാജാവിന്റെ മേശ, അതുപോലെ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനനാക്കുകയില്ല. വീണ്ടും വായിച്ചേ. എന്നവനുള്ളിൽ തീരുമാനിച്ചു. അവനുള്ളിൽ തീരുമാനമെടുത്തു. നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം, അല്ലേ? ആരെയും നോമ്പെടുക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുകയാണ്. അവന് തീരുമാനമെടുത്ത് നോമ്പനുഷ്ഠിക്കും. എങ്ങനെ? രാജാവിന്റെ മേശയിലെ ഭക്ഷണ പദാർത്ഥം കൊണ്ട് ഞാൻ മലിനമാകുകയില്ല. അവൻ കുടിക്കുന്ന ആ ദ്രാവകങ്ങൾ കൊണ്ട്, വീഞ്ഞുകൊണ്ട് എന്നെ തന്നെ ഞാൻ മലിനാക്കുകയില്ല. അവൻ തീരുമാനമെടുത്തു. വീണ്ടും നമ്മുടെ തീരുമാനമൊക്കെ എടുക്കും. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കേണ്ടതായിരുന്നു. ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ കൽപ്പിക്കുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമുദായക്കാരായ ഭാര്യമാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് ഇങ്ങനെ അയാൾ ദേവസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുന്നു പറഞ്ഞു. ദാനിയേലോ ഷണ്ഡാധിപൻ ദാനിയേലിനും അനന്യാവിനും മിശായേലിനും അസരിയാവിനും വിചാരകനായി നിയമിക്കുന്ന ദിവസങ്ങളോട് അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ നിങ്ങൾക്ക് തിന്നുവാൻ ശാഖപദാർത്ഥവും കുടിക്കാൻ പച്ച കൊടുക്കുന്നത്. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സസ്യഭോജനം. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ സസ്യഭോജനം. അതായത് ഇവിടെ തിരിച്ചു പറഞ്ഞാൽ പരിപ്പും വെള്ളമെന്ന് വേണേൽ പറയാം.
ശാഖപദാർത്ഥം നീ ഞങ്ങൾക്ക് എന്ത് തന്നാൽ മതി? സസ്യഭക്ഷണം തന്നാൽ മതി. കാരണം ഞങ്ങൾ എന്താ കഴിക്കുള്ളൂ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ സസ്യഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ. നീ ഞങ്ങൾക്ക് സസ്യഭക്ഷണം മാത്രം തന്നാൽ മതി. എന്നിട്ട് ഞങ്ങളോട് കൂടെ കിടക്കുന്നവർക്ക് എന്നാ കൊടുത്തു? ചിക്കനും മട്ടനും എന്ന് വേണ്ട, ആരോഗ്യം കൂടുതലുണ്ടാകുന്ന കൊഴുപ്പ് മേധസ് ഒത്തിരി ഉണ്ടാകുന്ന സാധനമൊക്കെ കൊടുത്തിട്ട് 10 ദിവസം നീ ഞങ്ങളെ ഒന്ന്. അപ്പൊ ഇവർ എത്ര ദിവസം നോമ്പെടുക്കുന്നത്? 10 ദിവസം നോമ്പെടുത്തു. ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ബാലന്മാരും 10 ദിവസം സസ്യഭക്ഷണം മാത്രം കഴിച്ച് നോമ്പെടുത്തു. കൂടെ കിടക്കുന്നവരൊക്കെ എന്നാ കഴിക്കുന്നേ? നല്ല ഉഗ്ര സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ നോമ്പ് കഴിഞ്ഞ് രാജാവ് നോക്കുമ്പോ ആരുടെ മുഖത്താണ് തേജസ്? ആരുടെ മുഖത്താണ് തേജസ്? വായിച്ചേ. അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭവനെ കഴിക്കുന്ന ബാലന്മാരുടെ മുഖം തമ്മിൽ ഒത്തുവെക്കുക. പിന്നെ കാണുന്ന പോലെ അടിമകൾ ചെയ്തുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം വരെ പരീക്ഷിച്ചു. 10 ദിവസം നോമ്പെടുത്തു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുകൊണ്ട് സകല ബാലന്മാരുടെയും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും ഈസ്റ്ററിന്റെ അത് നമ്മുടെ മുഖേനിരിക്കണം. ഈസ്റ്ററിന്റെ നമ്മുടെ മുഖേനിരിക്കണം. ദൈവം തേജസ്സുള്ള മുഖമായിരിക്കണം. ദൈവ ചൈതന്യം കൊണ്ട് നിറയണം. നമ്മുടെ മുഖത്ത് നിന്ന് ദൈവതേജസ് ഒന്നിക്കണം. അവർ നോമ്പെടുത്തു. കൂടെ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയാം. നോമ്പനുഷ്ഠിച്ച ചന്ദ്രിക വായിച്ച പരമേശ്വരങ്ങൾ വായിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ധ്യാനത്തോടെ സംബന്ധിച്ചവർക്കറിയാം, പങ്കെടുത്തവർക്കറിയാം. എന്തായിരുന്നു? അഗ്നി പുറത്തുള്ളവരെ ദഹിപ്പിച്ചപ്പോൾ അഗ്നിക്കുള്ളിൽ കഴിയുന്നവർ ആ അഗ്നി അവരെ ആലിംഗനം. എത്ര മനോഹരമായിട്ട് പിതാക്കന്മാർ അത് പ്രാർത്ഥിച്ചെഴുതിയിരിക്കുന്നത്. എത്രയോ ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥനയാണത്. അതാണ് ഈ സുറിയാനി സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നാം ഈ 40 ദിവസത്തെയും പ്രഭാതത്തിലും സന്ധ്യയിലും പ്രമീർ സദറായും ഈ 40 ദിവസം, ഈ 40 ദിവസത്തെ പ്രമീർ സദറ അത് വലിയ പ്രസംഗമാണ്. സത്യത്തിൽ ഞാൻ കിടന്ന് കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ എത്ര കിടന്ന് കുറച്ചാലും ആ പിതാക്കന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ധ്യാനചിന്തയായി പകർന്നു നൽകിയ ആ ആത്മീയ സത്യത്തിന്റെ അടുത്ത് പോലും ഞാൻ എത്ര കിടന്ന് കുറച്ചാലും വരത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രത്തോളം അവര് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറവിൽ തലമുറകൾക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ക്രമീകരിച്ചിട്ടിരിക്കുകയാണ്. 10 ദിവസം നോമ്പനുഷ്ഠിച്ച ബാലന്മാരെ എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ തീയിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോയ മല്ലന്മാർക്ക് എന്നാ പറ്റി? അവര് നല്ല ചിക്കൻ മട്ടനൊക്കെ കഴിച്ച് മല്ലന്മാർ പ്രത്യേകം പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയി മല്ലന്മാരെ കൊണ്ടുപോയത്. മല്ലന്മാരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. മല്ലന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്കതോ കാണുന്ന പോലെ വില്ലന്മാരെന്ന് കാണാം. നല്ല അതിശക്തന്മാരായ അതികായന്മാരായ ആളുകളാണ് ഇവരെ പിടിച്ചുകെട്ടി കൊണ്ടുപോയത്. എന്നാൽ തീയുടെ അരികിലെത്തിയപ്പോഴത്തേക്കും ഈ മല്ലന്മാരൊക്കെ ആരായി തീർന്നു? ഭസ്മമായി തീർന്നു. അത് അവിടെ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. തീക്ക് പുറത്തുള്ളവർ ചാരമായി തീർന്നു, തീക്കുള്ളിലുള്ളവരോ അഗ്നി അവരെ ആശ്ലേഷിച്ചു. എന്നിട്ട് അവിടെ എഴുതുകയാണ്, പനിമഞ്ഞ് അവരുടെ മേൽ തളിച്ചു. അഗ്നിയിൽ നിന്ന് പുറത്തിറങ്ങിയ സാധാരണ അഗ്നിയാണോ? സാധാരണ അഗ്നിയേക്കാൾ 7 മടങ്ങ് ആ തീജ്വാലയ്ക്ക് ചൂട് കൂട്ടുകയായിരുന്നു. സാധാരണ ചെയ്യല്ല, അതിനേക്കാൾ 7 മടങ്ങ് ജ്വാലയ്ക്ക് ചൂട് കൂടി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന ബാലന്മാരെ രാജാവ് മണത്ത് നോക്കി. രാജാവ് മണത്തിട്ടെന്താ പറയുന്നത്? ഇവർക്ക് തീയുടെ വങ്ങല് പോലും ഏറ്റിട്ടില്ല. അതുപോലെ രാജാവ് തന്റെ സിംഹാസനത്തിൽ എന്താ കാണുന്നത്? 3 പേരെയാണ് നാം ബന്ധിച്ച് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്നാൽ ഇപ്പൊ എത്ര പേരാണ് തീയിൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്? തീയിൽ കിടന്ന് ആനന്ദം നൃത്തം ചവിട്ടുകയാണ്. എത്ര പേര്? 4 പേര്. അത് ഒരുവന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? ദൈവപുത്രന്റെ തേജസ് പോലെ വിളങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നോമ്പ് ശരിയായി അനുഷ്ഠിക്കുന്നവനെ അഗ്നിക്ക് തൊടുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവർ എന്തിന്റെ തേജസ്സിലാണ് നിൽക്കുന്നത്? ദൈവത്തിന്റെ തേജസ്സിലാണ് നിൽക്കുന്നത്. ആ 3 ബാലന്മാർ ശേഷം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു. നോമ്പനുഷ്ഠിച്ചവന്റെ മുമ്പിൽ സിംഹം എങ്ങനെ നിന്നു? പഞ്ചവൃക്ഷമടക്കി നിന്നു. പുതിയ നിയമത്തിൽ അതുപോലെ ഒരാളെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടിട്ടുണ്ട്. ആരെയാ? അന്ത്യോക്യയുടെ 3ാമത്തെ പത്രികീസാകുന്ന ഇഗ്നാത്തിയോസ് നൂറോനോ.
നോറോനോയെ ആദ്യമേ സിംഹം എന്ത് ചെയ്യായിരുന്നു? അടുത്തു വന്നതെന്ന്. കാരണം കുഴിക്കകത്ത് ഭയങ്കര ചൂടാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ സിംഹം അതിന്റെ ജട കൊണ്ട് അദ്ദേഹത്തെ വീശി അദ്ദേഹത്തിന് ആശ്വാസം പകർന്നു കൊടുക്കുകയായിരുന്നു. സിംഹങ്ങൾ ഒന്നും രണ്ടുമല്ല, ഏറെ സിംഹങ്ങളുള്ള ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞിപ്പോ. കാരണം ബാല്യകാലത്തിൽ തന്നെ ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു ആര്? അറിയാമോ? യേശു ക്രിസ്തു തന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ എടുത്തു. തന്റെ പരസ്യ ശുശ്രൂഷ സമയം പൈതലെടുത്തിട്ടോ നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ആ ശിശുവാണ് ആരായി തീർന്നത്? ഇഗ്നാത്തിയോസ് നൂറോനോ ആയി തീർന്ന അന്ത്യോക്യയുടെ മൂന്നാമത്തെ പാത്രീകീസ്. 2 3 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സുവിശേഷം കേൾക്കുവാൻ അനേകർ വന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ വന്നിരുന്നു. 3-ാമത്തെ ദിവസം പ്രസംഗം തീർന്നു കർത്താവിന്റെ. 3 ദിവസം അവർ വിശന്നില്ല, ദാഹിച്ചില്ല. 3-ാമത്തെ ദിവസം കർത്താവിനറിയാം വെറുകയോടെ വിട്ടാൽ ഇവര് വിശന്ന് തളർന്നു പൊഴിഞ്ഞ് വഴിയിൽ വീഴും. കർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾ എന്തുണ്ട് ഇവർ കൊടുക്കാൻ? ഞങ്ങളുടെ മക്കൾ ഒന്നുമില്ല. നിങ്ങൾ പോയി അറിയാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ വല്ലവരും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് എടുക്കാനായിരുന്നു. ഫിലിപ്പോസ് ഇതുപോലെ പിരിവ് നടത്താനും ഉള്ളവന്റെ കയ്യിൽ തപ്പിയെടുക്കാൻ എടുക്കാനായിരുന്നു. ആര്? ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ആൾ. ഫിലിപ്പോസ് തപ്പിച്ചെന്നപ്പോ ഒരു കൊച്ചിന്റെ കയ്യില് 5 അപ്പം ഉണ്ട്. ഈ 5 അപ്പം അവന്റെ അമ്മ ഈ സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോ തിന്നാൻ കൊടുത്തു വിട്ടതാണ്. അവൻ ഈ 5 ദിവസം ഈ 3 ദിവസം ഈ സാധനം തൊട്ടിട്ടില്ല. കാരണം ഈ 3 ദിവസം എങ്ങനെയാ മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ആ പൈതൽ തെളിയിച്ചിരിക്കുക. 3-ാം ദിവസം നമ്മളാണ് ഈ 5 അപ്പം നമ്മളെ കൈ കൊണ്ട് പിടിക്കാതെ നമ്മളെന്നെ എടുക്കും. നമ്മൾ പറയും, എന്റെ ചേട്ടാ വെറുതെ ഇത് കൊണ്ടുപോയിട്ടുള്ള കാര്യമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരിരിക്കുക. ഇത് ഞാൻ നിന്ന് എന്റെ വചനെങ്കിലും നമ്മൾ പിടി കൊടുക്കൂ. നമ്മളതിനു മുമ്പേ സാധനപ്പെടും. പക്ഷെങ്കിൽ ഈ ബാലൻ ആ 5 അപ്പം എടുത്ത് താഴെ കൊടുത്തു. ഫിലിപ്പോസ് കർത്താവിനെ കേൾക്കുന്നു. ആരായിരുന്നു ആ ബാലൻ? അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിന് ഇങ്ങനെ അഗ്നിക്കടുത്തവനായ അഗ്നിക്കടുത്തവനായപ്പോൾ എന്താണ് ഈ അഗ്നിക്കടുത്തവെന്നുള്ള കാര്യം അറിയാമോ? ഒരിക്കൽ അദ്ദേഹം പത്രികീസായി സഭയെ ശുശ്രൂഷിക്കുമ്പോൾ ഒരിക്കൽ പിശാച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നു. അദ്ദേഹത്തെ കാണാൻ വന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ മോഹാലസ്യപ്പെട്ടു വീണു. അവളുടെ ശരീരത്തിന്റെ വേദനകൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പത്രികീസാണ്. അദ്ദേഹം ഒരു ദൈവ ശുശ്രൂഷകനാണ്. ഇന്നത്തെ പോലെ ആശുപത്രിയുള്ള കാലഘട്ടമല്ല. അദ്ദേഹം തന്നെ തിരുമി ആശ്വാസം കൊടുക്കുവാനുള്ള തലത്തിലേക്കാണ് ഈ സ്ത്രീ. അവൾ സുന്ദരിയായിരുന്നു. കാമാതുരയായിട്ടാണ് അവൾ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നത്. ഒരു പിശാചായിരുന്നു. അദ്ദേഹം അവളെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായി. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു നെരിപ്പോട്ടെടുത്ത നെരിപ്പോട്ടിൽ തീക്കുണ്ട ഉണ്ടാക്കി. എന്നിട്ട് തന്റെ ഇടത്ത് കൈ ആ നെരിപ്പോട്ടിലേക്ക് ഇട്ടു. നെരിപ്പോട്ടിൽ ആ തീക്കകത്ത് തന്റെ കൈ വേകുമ്പോൾ തന്റെ വലത് കൈ കൊണ്ട് അവളുടെ ശരീരത്തിന് വേദനയുണ്ടായിരുന്ന ഭാഗം തടവി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് അവളിലെ ഭൂതം പുറത്തു വരികയും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയിലൂടെ പിശാച് തന്റെ അടുക്കൽ തന്നെ വശീകരിക്കാൻ വരുമ്പോൾ തന്റെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് തന്റെ കൈ എരിയുന്ന തീയിലേക്ക് ഇട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് അഗ്നിക്കടുത്തവനായ ഇഗ്നാത്തിയോസ് എന്ന പേര് ഉണ്ടായത്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടു. സിംഹം അങ്ങനെ വാതുറക്കാതിരിക്കുകയാണ്. ഒടുക്കം അദ്ദേഹം സിംഹത്തോട് പറഞ്ഞു, നിങ്ങളെന്നെ ഭക്ഷിച്ചാൽ എങ്ങനെ? എന്താണ് അദ്ദേഹം പറയുന്നത്? ഗോതമ്പ് പൊടിഞ്ഞ് അരഞ്ഞ് എന്റെ കർത്താവിന്റെ ശരീരമാകുന്ന കുർബാനയായി തീർന്ന് എനിക്ക് ജീവൻ തന്നു എങ്കിൽ എന്റെ ശരീരം, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, എന്റെ ശരീരം സിംഹങ്ങളുടെ വായിൽ ചവച്ചരഞ്ഞ് അതൊരു കുർബാനയായി, ഞാനൊന്ന് കുർബാനയായി എന്റെ കർത്താവിന് ബലിയർപ്പിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവയോർദ്ധനായ പിതാവ് പത്രികീസ് സഹതായുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം സിംഹത്തിന് ഇരയായി.
അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് സിംഹം അദ്ദേഹത്തെ കടിച്ചു കീറി ഭക്ഷിക്കുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഏത് ദുഷ്ടജന്തുവിനെ ജയിക്കുവാൻ എന്ത് പര്യാപ്തമാണ്? നോമ്പ് പര്യാപ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, സാത്താനിൽ യുദ്ധജീവാനുള്ള നോമ്പേ നീ സമാധാനത്തോടെ വരിക. മോശെ ഏലിയാവും നമ്മുടെ കർത്താവ് നോമ്പ് തോറ്റു സാത്താനെ ജയിച്ചതുപോലെ ഞങ്ങൾക്ക് അവരെ ജയിപ്പാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമും നോമ്പിന്റെ യഥാർത്ഥമായ രൂപം അതിന്റെ നല്ല അനുഷ്ഠാനത്തിലൂടെ അനുഭവിച്ച് അഗ്നിക്ക് തോൽപ്പിക്കുവാൻ കഴിയാത്ത, ലോകത്തിലെ യാതൊരു വിധമായ മ്ലേച്ഛതയ്ക്ക് തോൽപ്പിക്കുവാൻ കഴിയാത്ത, പിശാചിന്റെ യാതൊരു തന്ത്രങ്ങൾക്കും ജയിക്കുവാൻ കഴിയാത്ത യഥാർത്ഥ രൂപം നോമ്പിലൂടെ കണ്ട് പ്രാപിച്ച് അതിന്റെ ചൈതന്യം താമസിക്കുന്ന ലോകത്തിൽ സമസൃഷ്ടികൾക്ക് വലിയ ചൈതന്യമായി പകർന്നു കൊടുക്കുവാനൊക്കെ വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നല്ല നോമ്പിന്റെ അനുഷ്ഠാനത്തിലൂടെ നാം ഇന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നമ്മിൽ അർത്ഥപൂർണമായി തീരുവാൻ നോമ്പിന്റെ രൂപം ആത്മാവിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുക. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ചൈതന്യമായി നിന്ന് അവന്റെ രൂപത്തിന്റെ ഛായയുടെ സ്വരൂപം നമ്മിൽ ദർശിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പര്യവസാനിപ്പിക്കുന്നു.